ഹലോ ഡിയേഴ്സ്, ഇന്ന് തികച്ചും ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഞ്ച് മെനുവിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അരി ഗോതമ്പ് കഴിക്കാൻ പാടില്ലാത്തവർക്കും വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും പറ്റിയൊരു റെസിപ്പിയാണിത്. ഇതുപോലെ നമ്മുടെ ഡയറ്റ് ഒന്ന് ക്രമീകരിക്കുകയാണെങ്കിൽ നമ്മുടെ ഡയബറ്റീസും ഒക്കെ മാറിക്കിട്ടും. എല്ലാവർക്കും തണ്ട കിച്ചൺ റെസിപ്പീസിലോട്ട് സ്വാഗതം. ഞാൻ ഷൈനി. ആദ്യം നമുക്ക് ദോശയ്ക്കുള്ള ബാറ്റർ റെഡിയാക്കാം. അതിനുവേണ്ടി 2 ടീസ്പൂൺ വെള്ളക്കടല ഞാൻ കുതിർത്തിയത് എടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ ഉണക്കക്കടല കുതിർത്തിയെടുത്തതാണ്. പിന്നെ അതുപോലെ തന്നെ 2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും ഞാൻ കുതിർത്തിയെടുത്തതാണ്. അപ്പം മൊത്തത്തിൽ 4 ടീസ്പൂൺ എടുത്തിട്ടാണ് കുതിർത്തിയത്. ഇനി ഇതിലേക്കുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് ദോശമാവിൻ്റെ അയവിൽ അരച്ചെടുക്കാം. ആദ്യം കുറച്ച് വെള്ളത്തിൽ നല്ലതുപോലെ അരക്കണം. പിന്നീട് കുറേശ്ശെ വെള്ളം ചേർത്ത് ദോശമാവിൻ്റെ അയവിൽ നല്ലതുപോലെ അരച്ചെടുക്കണം. ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്. ദോശമാവിൻ്റെ അയവിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ദോശക്കുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തവ ചൂടാക്കി ഇതൊന്ന് ചുട്ടെടുക്കാം. ചൂടായ ദോശ തവയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് ഒന്ന് ഒപ്പിയെടുക്കാം. എല്ലായിടത്തും ഒന്ന് തടവിയതിന് ശേഷം കൂടുതലുള്ള എണ്ണ ഒപ്പിക്കളഞ്ഞതിന് ശേഷം ഒരു തവി ബാറ്റർ ഒഴിച്ച് ഒന്ന് പരത്തി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. മീതെ ഭാഗം ഒന്ന് കുക്കായി കഴിയുമ്പോൾ അതിൻ്റെ പുറത്തേക്ക് കുറച്ച് ഗീ തടവി കൊടുക്കാം. ഗീ കുറേശ്ശെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. മറ്റു ഓയിലേക്കാളും വളരെ നല്ലതാണ് ഗീ. ഗീ ചേർത്തതിന് ശേഷം താഴെ മൊരിഞ്ഞ് കഴിയുമ്പോൾ ഫോൾഡ് ചെയ്ത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. സാധാരണ അരിയിലും ഗോതമ്പിലും ഉണ്ടാക്കുന്ന ദോശയിലും വളരെ ഹെൽത്തിയാണ് ഈ ദോശ. നമ്മളിതിനകത്ത് അരിയോ ഗോതമ്പോ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മൾ 2 ദോശയാണ് ഞാൻ ആ ബാറ്റർ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നെ പയറുവർഗ്ഗങ്ങൾ കഴിക്കാൻ പാടില്ലാത്തവർ ഇത് അവോയ്ഡ് ചെയ്യുക. ബ്ലഡിൽ ക്രിയാറ്റിൻ കൂടുതലുള്ളവർ പയറുവർഗ്ഗങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി നമുക്കൊരു ഹെൽത്തി സാലഡ് റെഡിയാക്കി എടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള റെഡ് ക്യാബേജ് ഞാൻ എടുത്തിട്ടുണ്ട്. വളരെയധികം ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻസും മിനറൽസും ധാരാളം ഉള്ളതാണ് റെഡ് ക്യാബേജ്. ഇത് നമ്മൾ ഡെയിലി കഴിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെയാണ് ക്യാരറ്റും ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ക്യാരറ്റിലും ധാരാളം വിറ്റാമിൻ എ ഉണ്ട്. നമ്മുടെ കാഴ്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്നതാണ്. പിന്നെ അതുപോലെ നാരുകളും ആൻറ്റി ഓക്സിഡൻസും ധാരാളം ഉണ്ട്. പിന്നെ ഞാൻ കുറച്ച് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലുള്ള ജെല്ല് ഭാഗം കളഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. ക്യാരറ്റും ക്യാബേജും ഞാൻ 1/2 കപ്പ് വീതമാണ് എടുത്തിരിക്കുന്നത്. ടൊമാറ്റോ 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വളരെയധികം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള മിൻറ്റ് ലീവ്സ് കുറച്ച് ചേർക്കാം. ബ്രെയിനിനും ഹാർട്ടിനും ഒക്കെ വളരെ നല്ലതാണ്. നല്ലൊരു മൗത്ത് ഫ്രഷ്നർ കൂടിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ തൈര് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഏകദേശം 1/2 കപ്പോളം കാണും. തൈരിൽ അടങ്ങിയിട്ടുള്ള നല്ല ബാക്ടീരിയ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണ്. ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടി അല്പം ഉപ്പും കൂടി ചേർക്കാം. അപ്പോൾ നമ്മുടെ സാലഡും റെഡിയായി. ദോശയുടെ കൂടെ ഇഷ്ടമുള്ള കറികൾ കൂട്ടി കഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ കറിയാണ് എടുത്തിരിക്കുന്നത്. മുളകരച്ച മീൻ കറിയും അതുപോലെ ഇറച്ചിക്കറിയോ ഇഷ്ടമുള്ളത് എടുക്കാം. വറുത്ത ഐറ്റംസൊക്കെ ഒഴിവാക്കുക, അതാണ് നല്ലത്. വെയിറ്റ് ലോസിനും അതുപോലെ ഷുഗറും കൊളസ്ട്രോളൊക്കെ കുറയാൻ വേണ്ടി ഫ്രൈഡ് ഐറ്റംസ് നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. നോൺ വെജ് കഴിക്കാത്തവർക്ക് വെജിറ്റബിൾ കറി കൂട്ടി ഈ ദോശ കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഈ സാലഡ് കൂട്ടി തന്നെ നമുക്ക് ഈ ദോശ കഴിക്കാം. അല്ലെങ്കിൽ തേങ്ങാ ചട്നി അല്ലെങ്കിൽ തക്കാളി ചട്നിയൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഈ ദോശ കഴിക്കാവുന്നതാണ്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ലഞ്ച് മെനു വെയിറ്റ് ലോസിനും കൊളസ്ട്രോളും ഷുഗറും കുറയാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയും ചെയ്യുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.